മഞ്ജൂസ് ഫുഡി സെറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. ഒട്ടും ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഒന്നും യൂസ് ചെയ്യാതെ ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ലഡുവിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. നമ്മളിതിന് വേണ്ടിയിട്ട് ബൂന്തി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ലഡു ഉണ്ടാക്കുക എന്നത്. അപ്പോൾ ലഡു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ക്യാരറ്റാണ്. ക്യാരറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിന് നല്ലൊരു ഓറഞ്ചിഷ് കളറാണ്. നമ്മൾ വേറെ കളേഴ്സ് ഒന്നും ചേർക്കേണ്ട. ഞാനിപ്പോൾ ഇവിടെ 3 ക്യാരറ്റ് തൊലിയെല്ലാം കളഞ്ഞ് നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ടിത് ചെറിയ പീസുകളായി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കട്ട് ചെയ്തത്. നമ്മളിത് വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് ലഡു ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ക്യാരറ്റിൻ്റെ ആ ഒരു ചൊയൊന്നും ഒട്ടും ഫീൽ ചെയ്യില്ല. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് മോത്തിച്ചൂർ ലഡു ഉണ്ടല്ലോ, അതൊക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റാണ് നമുക്ക് തോന്നുക. അപ്പോൾ ആദ്യം ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കപ്പിൽ 1/2 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരുപാട് നേരം വെന്ത് ഉടയുന്ന വരെ വേവിക്കരുത്. അല്പം ഒന്നത് വാടി കിട്ടണം, ചെറുതായിട്ട് ഒന്ന് വേവാവണം, അത്രമാത്രം മതി. അടച്ചു വെച്ചിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഏതാണ്ട് ഒരു 3-4 മിനിറ്റ് നേരം കൊണ്ട് തന്നെ അത് അത്യാവശ്യം വെന്ത് കിട്ടും. ഇപ്പോൾ 4 മിനിറ്റ് ടൈം ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ ലിഡൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇത് ഒരുപാട് വെന്ത് ഉടഞ്ഞിട്ടില്ല, എന്നാൽ പാകത്തിന് വേവായിട്ടുണ്ട്. ഇതിൻ്റെ വേവ് എങ്ങനെയാണെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതുപോലെ നമ്മളൊരു സ്പൂണോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ വെച്ചിട്ട് ഇങ്ങനെ കുത്തിയെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിപ്പോൾ വെന്തിട്ടുണ്ടെങ്കിൽ. എന്നാൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് അങ്ങ് ഉടഞ്ഞു പോയിട്ടില്ല. ഈ ഒരു പരുവത്തിൽ വേണം നമ്മളിതൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. ഇനി ഇത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒരുപാട് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് മിക്സിയിലിട്ടിട്ട് ക്രഷ് ചെയ്തെടുക്കുന്ന സമയത്ത് വല്ലാതെ അങ്ങ് പേസ്റ്റായി പോവും. അതുകൊണ്ടാണ് അധികം വേവിക്കേണ്ട എന്ന് പറയുന്നത്. ഇങ്ങനെ വേവിച്ച് ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റും കുറച്ച് കൂടുതലായിരിക്കും. ഡയറക്റ്റ് നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ട് അതിനെ പഞ്ചസാരയിലും നെയ്യിലൊക്കെ ഇട്ടിട്ട് നമ്മൾ വേവിച്ചെടുക്കണേക്കാൾ ടേസ്റ്റ് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോഴാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ക്യാരറ്റ് പീസസ് മുഴുവനായിട്ട് വെള്ളത്തിൽ നിന്ന് മാറ്റാം. അപ്പോൾ മുഴുവനും പീസസും ഇതുപോലെ മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാട് അരഞ്ഞ് പോവരുത്. ചെറിയ തരി മാതിരി നമ്മളിത് ക്രഷ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. എങ്കിലാണ് നമുക്ക് ലഡു ഉണ്ടാക്കുമ്പോൾ ഉരുളൊക്കെ കറക്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ക്യാരറ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. മുഴുവൻ ക്യാരറ്റും ഞാനിവിടെ ഇതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കുക. അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം കാഷ്യൂ നട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള കിസ്മിസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നിർബന്ധമൊന്നുമല്ല, നമ്മൾ ലഡുവൊക്കെ കഴിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യണതാണ്. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് മൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വറുത്ത് കോരി മാറ്റാം. എന്നിട്ട് ലാസ്റ്റ് മിക്സ് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഡയറക്റ്റ് തന്നെ അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ ഓൾറെഡി വെന്ത ക്യാരറ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് നേരം ഒന്നും ഇനി വേവിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഏതാണ്ട് 1 മിനിറ്റ് നേരം ഞാനത് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ലഡു ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം മധുരം വേണം. അപ്പോൾ മധുരത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അളവ് ചേഞ്ചസ് വരുത്താം. ഇനി പഞ്ചസാരയിലും നെയ്യിലൊക്കെ കിടന്നിട്ട് ക്യാരറ്റ് നല്ലതുപോലെ ഒന്ന് സെറ്റായി വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു 3-4 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടിത് വഴറ്റി കൊടുക്കാം. പഞ്ചസാരയൊക്കെ ഇങ്ങനെ അലിഞ്ഞ് ചെറുതായിട്ടിങ്ങനെ ക്യാരറ്റിൽ വെള്ളവും മാറ്റിയിട്ട് ഇതിങ്ങനെ കുറച്ച് തിക്കായി വരാൻ തുടങ്ങും. ശരിക്കും പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരറ്റ് ഹൽവ ഒക്കെ ഉണ്ടാക്കുന്ന ആ ഒരു മെത്തേഡ് തന്നെയാണ്. ഇപ്പോൾ ഏതാണ്ട് 4 മിനിറ്റ് നേരം കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ടൈം കൊണ്ട് തന്നെ ഇതിലത്തെ വെള്ളമൊക്കെ വറ്റിയിട്ട് ആ പഞ്ചസാരയിലും നെയ്യിലൊക്കെ കിടന്നിട്ട് ക്യാരറ്റ് നല്ലതുപോലെ സെറ്റായി വന്നിട്ടുണ്ട്.
ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ. നമുക്ക് ഹൽവൊക്കെ പോലെ ഇതുപോലെ ഈ ഒരു പരുവത്തിലും കഴിക്കാം. പക്ഷെ നമ്മൾ ലഡു ആണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പം നമുക്കിത് ലഡു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പരുവായി കഴിഞ്ഞാൽ, അതായത് ഇതിപ്പം നമ്മൾ ഇങ്ങനെ സ്പൂണിൽ നിന്ന് ഇങ്ങനെ കോരിയിടുമ്പോൾ കണ്ടില്ലേ താഴോട്ട് വീഴുന്നില്ല. ഈ ഒരു പരുവാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 4 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറാണ്. മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്കത് ഉരുട്ടിയെടുക്കുമ്പോൾ അതൊന്ന് ടൈറ്റായി നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ മിൽക്ക് പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ ഡെസിക്കേറ്റർ കോക്കനട്ട് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. പക്ഷേ മിൽക്ക് പൗഡറിനാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി ഇതെല്ലാം കൂടിയിട്ട് വീണ്ടും ഒരു 2 മിനിറ്റ് നേരം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നല്ലൊരു സ്മെല്ലും ആ ടേസ്റ്റും ഒന്നും കൂടി നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അല്പം ഏലക്ക പൊടിച്ചുകൂടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഏലക്ക പൗഡർ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന മധുരം, നെയ്യ് എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ലഡു ആകുമ്പോൾ തന്നെ അത്യാവശ്യം നെയ്യും മധുരമൊക്കെ ഉണ്ടെങ്കിൽ തന്നെയാണ് അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നെയ്യുടെ മധുരത്തിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ചിട്ട് ടേസ്റ്റ് കൂടി വരും. എല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സ്റ്റവിൽ നിന്ന് മാറ്റാം. ഇനി ഇത് അല്പം ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് കയ്യിലിട്ടിട്ട് ഇങ്ങനെ ആ ലഡുവിൻ്റെ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കണം. ആ ഒരു ചൂട് നമുക്ക് താങ്ങാൻ പറ്റുന്ന ആ ഒരു ചൂടിൽ ഇതിങ്ങനെ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്ക് ഏത് സൈസിലാണോ വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള അളവിൽ നമുക്കിതുപോലെ ബോൾസ് ആക്കിയെടുക്കാം. ഞാനിപ്പോൾ ചെറിയ ലഡുവാണ് ഉണ്ടാക്കുന്നത്. ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇനി അല്പം ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ബട്ടർ പേപ്പർ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം. ഫോട്ടോയുടെ ഭംഗിക്ക് വേണ്ടി അങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. ഇതേപോലെ ബാക്കി ലഡു നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം 3 ക്യാരറ്റ് വെച്ചിട്ട് ടോട്ടൽ 12 ലഡു ഉണ്ടാക്കാനുള്ളത് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പമല്ലേ, നല്ല ടേസ്റ്റും ആണ്. ഒട്ടും കളേഴ്സൊന്നും ചേർക്കാതെ ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ലഡുവിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായമൊക്കെ പറയണം. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്തേക്കൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവരോടും ബായ്.